മക്കളെ, അപ്പൊ നമ്മളുടെ എക്സാമിനർ ഈ കേരളത്തിലെ തന്നെ എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു വികാരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് അല്ലേ. അപ്പൊ വെറുതെ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, വളരെ കുറച്ച് സമയങ്ങൾക്കുള്ളിലാണ് നമ്മുടെ എക്സാമിനർ ഇത്രയും വലിയ ഒരു വിജയം നേടിയെടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാറില്ല അല്ലെ. ഇപ്പൊ കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ +2 വരെ, അതുപോലെ തന്നെ നീറ്റിനും കീമിനും ജെഇക്ക് വരെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ക്വാളിറ്റി ക്ലാസ്സസ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത് നൽകുന്നത് കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് നമ്മളുടെ എക്സാമിനറിനോടുള്ള ഈ ഒരു ഇഷ്ടം കൂടുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിലെ തന്നെ ടോപ്പ് നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ കുട്ടികൾ എല്ലാവരും +2ലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ +1 നിങ്ങൾ ഓൾറെഡി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പം ഓരോ എക്സാമുകളും നമ്മുടെ മാരത്തോണുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും കണ്ട് നിങ്ങൾ ഓരോ എക്സാംസ് എഴുതി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. കാരണം ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന പല ക്വസ്റ്റ്യൻസ് അല്ലെ, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എക്സാമിനർ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ എക്സാമിനർ അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് എൻ്റെ കുട്ടികളൊന്ന് പഠിക്കാൻ വേണ്ടി മാത്രം അല്ലെ ആ ഒരു സമയം എടുത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കാൻ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ എക്സാമിനറിന് പറ്റും. ഓക്കെ, അപ്പോൾ എക്സാമിനർ നിങ്ങൾ വിചാരിക്കില്ലേ അത് എന്ത് മാജിക് ആണ് എക്സാമിനർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നത്? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് പാറ്റേൺസ് മാറി വരുന്നതെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അത് അനലൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു അവസാന നിമിഷത്തിൽ +1 പോലും ചിലപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് +1 വന്ന സമയത്ത് വലിയ അല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവസാന നിമിഷങ്ങളിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ +2 അങ്ങനെയല്ല. കാരണം നമ്മുടെ +1 നമുക്ക് പ്രാക്ടിക്കൽസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ +2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ +1 റിസൾട്ട് വന്നാൽ അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പാളിച്ചകൾ, അതായത് +1 നിങ്ങളുടെ എക്സാംസ് എന്തിലെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് +2 കിട്ടും. ദാറ്റ് ഈസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് അല്ലേ. അപ്പോൾ ആ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് നമുക്ക് എഴുതുമ്പോൾ എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 അവിടെ ലാഗായിട്ട് പോവും, പെൻഡിങ്ങിൽ വരും അല്ലേ. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് കഴിഞ്ഞ് നമുക്ക് പിന്നെ വീണ്ടും അതും പഠിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ എന്താ പ്രശ്നം, നമ്മളുടെ അതായത് പ്രാക്ടിക്കൽ എക്സാംസ് വരും, റെക്കോർഡ്സ് എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ്. ആൻഡ് ഓൾസോ +2 നമ്മുടെ +1 പോലെയല്ല. അപ്പോൾ ഫിസിക്സിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറച്ചും കൂടെ ടഫർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ +2 പഠിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ചെറിയ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേണി അല്ല +2 എന്ന് പറയുന്നത്. ആൻഡ് +2 മാർക്സ് സ്മൂത്ത് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് അല്ലേ അത് പോട്ടെ, നമ്മുടെ മാർക്ക് പോട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ഏത് കരിയർ ചൂസ് ചെയ്യണം, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, നമ്മളുടെ +2 കഴിഞ്ഞ് എന്തിലേക്ക് പോകണം, ഏത് ഫീൽഡിലേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ ഈ ഒരു +2 റിസൾട്ടാണ്. സോ നമ്മളുടെ സ്കൂൾ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് +2 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവസാന നിമിഷത്തിൽ പഠിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു മണ്ടത്തരായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രൂവൻ ആണ് എക്സാമിനർ എന്ന് പറയുന്നത് എത്രത്തോളം അല്ലെ സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് എത്ര ക്വാളിറ്റി ക്ലാസ്സസ് ആണ് നൽകുക എന്നുള്ളത് മിസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും അല്ലെ ദ ബെസ്റ്റ് ക്ലാസ്സസ് ആണ്, ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ ഫുൾ ഓൺ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ എക്സാമിനറിന് നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കാനുള്ള ഒരു ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരേ ഒരു റൈറ്റ് ഡിസിഷൻ എടുത്താൽ മതി. ഞാൻ അല്ലെ എക്സാമിനറിന് കൂടെ പഠിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ആൻഡ് പ്രോപ്പറായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്ത് പഠിക്കണം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, ഇരിക്കുക, പഠിക്കുക എന്നുള്ളത് മാത്രം.
അല്ലേ മക്കളെ? അപ്പോൾ ഒരുപാട് മക്കൾക്ക് നമ്മുടെ പ്ലസ് ടുവിലേക്ക് അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ പറ്റിയ ഒരു അബദ്ധം നമ്മൾ പ്ലസ് ടുവിലും ആവർത്തിക്കരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. സോ പ്ലസ് ടുവിൽ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ടു കഴിഞ്ഞ് വന്ന, അല്ലെങ്കിൽ ഞാനും പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അല്ലേ നിങ്ങളുടെ മുമ്പിൽ ഒരു ടീച്ചറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്കറിയാം പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് മുതലേ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ പറയില്ല ഭയങ്കര പഠിക്കാനാണെന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമുക്ക് അല്ലെ ഒരു പരിധി വരെ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ പ്ലസ് ടു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ മക്കളെ? അപ്പോൾ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പലരുടെയും ഡൗട്ടാണ്, യൂട്യൂബിൽ ക്ലാസ് വരുന്നുണ്ട്, എന്താണ് ബാച്ചിലും ഇവിടെയുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ബോർഡ് എക്സാം ബാച്ചായിട്ടുള്ള ഉയരെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ബാച്ച് ഫീസ് എന്ന് പറയുന്നത് 5,999 റുപ്പീസാണ്. അത് ഒരു വർഷത്തിലേക്കുള്ള ഫീസാണ്. ഓക്കെ, ഒരു വർഷത്തിലേക്കാണ് നമുക്ക് 5,999 റുപ്പീസ് ഫീസ് വരുന്നത്. ആൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള സിലബസിൻ്റെ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, സോഷ്യൽ ഇല്ല കേട്ടോ മക്കളെ, അതായത് സോഷ്യൽ ഇവിടെ വരുന്നില്ല. ഓക്കെ, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ആൻഡ് ഓൾസോ ഈ ഓരോ ക്ലാസ്സിൻ്റെയും PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് മക്കളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, എന്തൊക്കെ പഠിച്ചാലും നമ്മുടെ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതെങ്ങനെയാണ് ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി എഴുതേണ്ടത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്ക് പോലും ഇടാതെ നമ്മൾ പഠിച്ചതിന് ശേഷം പോലും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോള് നമ്മളുടെ ഈ ഒരു ഫുൾ മാർക്ക് വാങ്ങിക്കുന്നത് അല്ലേ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 1,240 രൂപ കൊടുത്തിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. ബട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആണ്. ആൻഡ് ഈ ബുക്ക് സെറ്റ് വെറുതെ അല്ല, ഈ ബുക്ക് സെറ്റിനുള്ള നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരിക്കും, ആൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ആൻഡ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ്, NCERTൻ്റെ എക്സസൈസുകൾ, സോൾവ്ഡ് എക്സാമ്പിൾസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. സോ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഏറ്റവും സ്മാർട്ട് ഓപ്ഷൻ, ഏറ്റവും നല്ല റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഉയരെ ബാച്ച് തന്നെയായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ പലപ്പോഴും ഉണ്ടാവും പ്ലസ് 1 മുതലേ, അതായത് നീറ്റിനും അല്ലെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം നീറ്റ് എക്സാം എഴുതണം എന്നുള്ള ആഗ്രഹമുള്ള മക്കളുണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് 2 എന്തായാലും നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ചെയ്താലും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം, എങ്കിലാണ് നമുക്ക് ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് പറ്റിയതാണോ ഇത്, അല്ലെങ്കിൽ എനിക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ ഇത് കിട്ടും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കയറി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീറ്റിൻ്റെ വേദ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് 8,999 ആണ്. അപ്പം സെയിം കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ഉയരെ ബാച്ചിലുള്ള ബോർഡ് എക്സാമിൻ്റെ ക്ലാസ്സസ് എല്ലാം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ സിലബസ് നീറ്റ് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആണ് ഉണ്ടാവുക. ദെൻ നിങ്ങൾക്ക് DPP സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് ഓരോ ടോപ്പിക്ക് പഠിച്ചാലും നമ്മൾ അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും, അതായത് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആൻഡ് നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം മാത്രം മതി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പ്രിപ്പറേഷൻ ഫോർ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ അതായത് കീം ബാച്ചിലേക്ക് നോക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മളുടെ കീമിൻ്റെ വേദ ബാച്ച്. സെയിം സാധനം തന്നെയാണ്, ബട്ട് കീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അപ്പം അത് മാറ്റിമറിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്തണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ ഒട്ടും
സമയം കളയാതെ നമ്മുടെ ബാച്ചിലേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാതെ ഈ നമ്പറിലേക്ക്, ഓക്കെ, അപ്പോൾ 7592092021 വിളിക്കുക, അല്ലെങ്കിൽ 7592092021 മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. വാട്സപ്പ് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഉയരെ എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേദ എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസും, അതായത് എന്തൊക്കെ ഡൗട്ടാണുള്ളത് അതൊക്കെ തീർത്തിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കുറേ കഴിഞ്ഞ് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പാരൻസിനോടും ഒക്കെ ഡിസ്കസ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. തീരുമാനം റൈറ്റ് ആയിട്ട് എടുക്കുക. താങ്ക്